ഇറക്കിയ വണ്ടി കണ്ടോ? എൻ്റെ പൊന്നെ, എനിക്കിഷ്ടപ്പെട്ടു. നമസ്കാരം ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഐ എം ബാക്ക് വിത്ത് വിദുരൻ. ഹലോ. പേര് എപ്പോഴായിരിക്കും തെറ്റിപ്പോവും. V2 എന്ന് പറഞ്ഞാൽ ഈസി. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോകൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ അമേരിക്കയിൽ പോയിട്ട് ഒരു ബസ് ഇൻസ്പെക്ട് ചെയ്ത് ഫൈനലൈസ് ചെയ്തായിരുന്നു. അപ്പോൾ അത് ഷിപ്പിംഗ് കമ്പനി അറിയിച്ചു. ഷിപ്പിംഗ് കമ്പനി ആ വണ്ടി ഷിപ്പ് ചെയ്തു. അപ്പം US കാനഡ ബോർഡറായിട്ടുള്ള സാർണിയിലോട്ട് വണ്ടി ഒരു അരമണിക്കൂർ കൊണ്ട് എത്തും. അപ്പോൾ നമ്മളവിടെ പോയിട്ട് ആ ഡ്രൈവറിൽ നിന്ന് വണ്ടി കൈമാറ്റം ചെയ്യുന്നു. വണ്ടി ഓടിച്ചുകൊണ്ട് യാർഡിൽ പോകുന്നു. ഒന്ന് പൊളിക്കും. Hello everyone again. We're back here to get the bus. This time things are going to go well. We're just at the duty free and we're having a coffee. കിരളൻ കോഫി. വേറെ വിറ്റ് ഇവിടെ കോഫി ഷോപ്പിൽ ചെന്നപ്പോഴേക്കും നമ്മുടെ മലയാളത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ചായ. പിന്നെ ഒരു കുപ്പിയുണ്ട്. വാട്ട് വാസ് ദ നെയിം ഓഫ് ദാറ്റ് ബോട്ടിൽ? 4500. I don't know. Oh, 13. King 13 ഏതോ ഒരു കുപ്പി. അതിൻ്റെ ഞാൻ സ്ക്രീൻഷോട്ട് ഇട്ടേക്കാം. എൻ്റെ പൊന്നെ, ഒരു കുപ്പി മദ്യത്തിന് $4500. അതായത് ഇത്ര 2.5 ലക്ഷം. അയ്യോ, വിറ്റ്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നു, ബോർഡർ കടക്കുന്നു, ബസ്സൊക്കെ പോയി കാണാം. ഓക്കെ, നമ്മൾ രാവിലെ 3 മണിയായപ്പോഴും കമ്പനിയിൽ നിന്ന് ഇറങ്ങിയതാണ്. 7 മണിക്ക് ഇവിടെ എത്തണമെന്ന് പറഞ്ഞാണ്. 7 മണിക്ക് ഇവിടെ എത്താമെന്ന് വിചാരിച്ചപ്പോഴേക്കും ഡ്രൈവർ പറയാണ് റോഡ് സൈഡിലൊരു പണി കിട്ടി, അയാൾ 9 മണിയാകുമ്പോൾ എത്തുള്ളൂ. നമ്മൾ ഡ്യൂട്ടി ഫ്രീയുടെ അവിടെ വന്ന് റെസ്റ്റ് എടുത്തു. നമ്മളിവിടെ നിന്ന് പോകുന്നു. ഇനി തൊട്ടടുത്ത് തന്നെയാണ് ബോർഡർ. ഇത് നമ്മുടെ ഡ്യൂട്ടി ഫ്രീ. ഇത് കാനഡ സൈഡിലുള്ള ഡ്യൂട്ടി ഫ്രീ ആട്ടോ. നമ്മൾ ബ്ലൂ വാട്ടർ ബ്രിഡ്ജ് ക്രോസ് ചെയ്യാൻ കേട്ടോ. റൈറ്റ് ലൈനാണ് കാറുകൾക്ക്. നമ്മൾ ട്രക്കിൽ കുറേ പ്രാവശ്യം ഈ ബോർഡർ ക്രോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ യൂഷ്വലി നമുക്ക് ഡിട്രോയിറ്റിൻ്റെ അംബാസിഡർ ബ്രിഡ്ജാണ് കിട്ടാറ്. നല്ല ഫോഗി ഡേ ആണ്, പക്ഷെ അതിന് മാത്രം തണുപ്പൊന്നുമില്ല. അറിയണ്ട, ഫുൾ ഫോഗി. ഇന്ന് രാവിലെ വെളുപ്പിന് വന്നപ്പോഴേക്കും ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു. ഇന്ന് ബ്ലൂ വാട്ടർ അതിൻ്റെ കളറിൻ്റെ വെള്ളത്തിൻ്റെ കളറൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. അന്ന് ഫുൾ ഫോഗിയാണ്. അമേരിക്കയിലത്തെ സ്റ്റേറ്റിൻ്റെ പേര് മിഷിഗൻ കേട്ടോ. പ്യുവർ മിഷിഗൻ. വെൽക്കം ടു മിഷിഗൻ. ഓക്കെ, അതൊക്കെ ട്രക്കർമാരൊക്കെ രാവിലെ തന്നെ നല്ല ലൈനപ്പ് ഉണ്ട് ബാക്കിലോട്ട്. നമ്മൾക്ക് പിന്നെ കാറായതുകൊണ്ട് വലിയ ലൈനപ്പ് ഇല്ലാതെ അങ്ങ് എത്താം. ഓക്കെ, ഐഡിയ ഒക്കെ എടുത്ത് വെച്ചോ. സെൽഫോൺ നോട്ട് പെർമിറ്റ്. അയ്യോ, ഓക്കെ. നമ്മളങ്ങനെ ബോർഡർ കടന്നു കേട്ടോ. ബോർഡർ കടന്നു. ആ ഡ്രൈവറിനെ ഫോൺ വിളിച്ചു. 15 മിനിറ്റിൽ ഡ്രൈവർ ഇവിടെ എത്തും. അപ്പോൾ ഈ പുറത്തേക്കുള്ള ഏരിയ ഒന്നും കാണിക്കാൻ പറ്റില്ല. ഇത് US കസ്റ്റംസിൻ്റെ ഒരു ഏരിയയാണ്. അപ്പോൾ 15 മിനിറ്റിൽ അയാൾ വരുന്നു, നമുക്ക് വണ്ടി തരുന്നു. ഇവിടുത്തെ US കസ്റ്റംസ് ഓഫീസിൽ പോയി എന്താണ് എക്സ്പോർട്ട് അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പാലം കാണുന്ന അപ്പുറത്തേക്ക് പോയിട്ട് കാനഡയിൽ പോയി അവിടെ ഇമ്പോർട്ട് അവിടുത്തെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്യുന്നു. ഇമ്പോർട്ട് സീലടിച്ച് മേടിക്കുന്നു, വണ്ടി എടുത്ത് വിടുന്നു. ആദ്യമായിട്ട് ചെയ്യേണ്ട അതിൻ്റെ ചെറിയ ടെൻഷനുണ്ട്. പക്ഷെ V2 ഉണ്ടോ, ഭയങ്കര കോൺഫിഡൻറ്റ് ഉണ്ട്. അങ്ങനെയാണോ? ബൈ ദ വേ, നിങ്ങൾക്ക് കാനഡയിൽ എവിടെയെങ്കിലും വീട് മേടിക്കണമെങ്കിൽ ദ ബെസ്റ്റ് ബ്രോക്കർ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ് V2. V2ൻ്റെ ബിസിനസ്സാണ് കേട്ടോ അത്. V2 ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റാണ്. പ്ലസ് നമ്മുടെ കമ്പനിയിൽ ഒരു ടൈം പാസ് പോലെ വർക്ക് ചെയ്യുന്നു അല്ലേ? Yes sir. Yes. I love driving. Yeah. You understand what I'm saying? A little bit. Okay. പൊളിച്ച്. ഓനെ ബസ് വന്നു. പൊളി പോയി അവിടെ സംസാരിക്കട്ടെ. ഓനെ സെറ്റ്. കസ്റ്റംസിൻ്റെ അധികം പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത പേരെടുത്ത് തീർന്നാൽ മതിയായിരുന്നു. വണ്ടിയുടെ കുറച്ച് പേപ്പർ വർക്ക്, കുറച്ച് കാര്യങ്ങൾ ബാക്കിയുണ്ട്. അപ്പോൾ അതുകൂടി കഴിഞ്ഞാൽ നമുക്ക് നേരെ ഓഫീസിൽ പോകാം. വണ്ടി ബാക്കിയെല്ലാം ഓക്കെ. ഞാൻ ഫ്ലൂയിഡ് ലെവലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. വണ്ടി റണ്ണിങ്ങിൽ വന്നായിരുന്നു. കമ്പനിയിൽ നിന്ന് കൺഫർമേഷൻ കിട്ടിയാൽ നേരെ നമ്മൾ ഓഫീസിനകത്തോട്ട് കയറാം കേട്ടോ. അപ്പോൾ ആ ഒരു കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യണേ. വണ്ടി എങ്ങനെയുണ്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനിയിപ്പോൾ ഓടിച്ചു കൂടി നോക്കി കഴിഞ്ഞാൽ അറിയാം ബാക്കി സെറ്റപ്പ് എന്താണെന്ന്.
നമ്മളങ്ങനെ US-ന്റെ ഭാഗത്തെ കസ്റ്റംസ് ക്ലിയർ എല്ലാം കഴിഞ്ഞു. നമ്മൾ പാലം കയറാൻ പോണേണ്. പാലം കയറി അപ്പുറത്താണ് നമ്മുടെ കാനഡ. വിതറിനെല്ലാം റെഡി. വണ്ടിയുടെ ഉൾഭാഗം പുറകെ നിന്ന് കാണിച്ചു തരാം. നമുക്കധികം സമയം കളയാതെ വിട്ടു പോട്ടെ. അമ്മേ കാലിപ്പോൾ പോയാൽ ബാക്കിൽ ഞാൻ നമ്പർ പ്ലേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് ടെമ്പററി ആയിട്ട്. നമുക്ക് വിട്ടു പോയാലോ, സമയം കളയണ്ട. ഹായ് ഗൈസ്, നമ്മുടെ അങ്ങനെ ബോർഡറിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. വണ്ടി ക്ലിയർ. ഭയങ്കര ഈസി ആയിരുന്നു കേട്ടോ. ഞാൻ വെറുതെ ടെൻഷൻ അടിച്ച്. പരിപാടിയൊക്കെ ഈസി. നമ്മുടെ വിതറ് നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട് പുറകിൽ. നമ്മളങ്ങനെ ബോർഡർ കഴിഞ്ഞു. നേരെ ഈ ഹൈവേയുടെ വരട്ടെ 402 ഹൈവേ. ഇത് നേരെ പോണത് ലണ്ടൻ ടൊറൻറ്റോ അങ്ങോട്ടേക്കാണ്. നമ്മൾ നേരെ പോയിട്ട് ഡീസൽ അടിക്കണം. കാര്യം അങ്ങേര് ഇത് വണ്ടി കൊണ്ടുവന്ന അയാൾ അവിടെ നിന്ന് ഹ്യൂസ്റ്റണിൽ നിന്ന് ഇവിടം വരെ എത്തിച്ച് ഇതുവരെ ഡീസൽ അടിച്ചിട്ടില്ല. വണ്ടിക്ക് 1/4 ടാങ്ക് ഡീസൽ ഉണ്ടെന്ന് ഗേജ് കാണിക്കുന്നുണ്ട്. നമുക്ക് വിശ്വസിക്കണ്ട. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഒരു 300 കിലോമീറ്ററിനടുത്ത് പോകാനുണ്ട്. നമുക്ക് ആദ്യം പോയി ഡീസൽ അടിക്കാം. ഡെഫ് ഇല്ലാത്ത വണ്ടിയാണ്. ഡെഫ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വെറുതെ ഡീസൽ മാത്രം അടിച്ചാൽ മതി. മഴയാണല്ലോ ഒന്ന്. എൻ്റെ പൊന്നെ, അങ്ങോട്ടേക്കുള്ള തിരക്ക് നോക്കിയേ. നല്ല തിരക്കാണ്. ട്രക്കർമാർ ഭ്രാന്ത് പിടിക്കും. എനിക്ക് ഈ ബോർഡർ പേഴ്സണലി ഒട്ടും ഇഷ്ടമല്ല. വീട്ടിൽ വിളിച്ച് പറയട്ടെ, ഞാൻ എപ്പോൾ ഇറങ്ങിയാന്ന് അറിയുമോ? വെളുപ്പിന് 1 മണിക്ക് എണീറ്റ് 2 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി, 3 മണിക്ക് യാർഡിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ സമയം എത്രയായി? ഉച്ചയ്ക്ക് 12:49. ഓ ലോ ഫ്യൂവൽ. ഓ ഷിറ്റ്. അയ്യ നല്ല മഴയാണ്. About how to fill up gas and diesel and everything. നമ്മുടെ സൽജമായി ഈ ഭാഗത്തോളം ഉണ്ടായിരുന്നെങ്കിൽ. നല്ല മഴ കേട്ടോ. എല്ലാം വർക്കിംഗ് ആണ്. കമ്പനി വിളിച്ചറിയിച്ചു ദ ഗുഡ് ന്യൂസ്. അപ്പോൾ നമ്മൾ നേരെ ഡീസൽ അടിക്കുന്നു, വേറെ ഇറങ്ങുന്നു. ഇനിയിപ്പോൾ അധികം സമയം കളയണ്ട, വേഗം വീട്ടിൽ പോകാനുള്ളതാണ്. കുറേ കാലേ ട്രക്ക് സ്റ്റോപ്പിലോട്ടൊക്കെ ഒന്ന് വന്നിട്ട്. അപ്പോൾ ട്രക്കറെ കാണുമ്പോൾ കൊതിയാണ്. നമ്മൾ നേരെ ഡീസലെല്ലാം അടിച്ച് പുറകിൽ ഏത് കടയാണ്, ബർഗർ കിങ് ഉണ്ടായിരുന്നേ. അവിടെ പോയി ഫുഡെല്ലാം കഴിച്ചു. കാര്യം ഇന്നലെ രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങിയല്ലേ, ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല. വണ്ടി എടുത്ത് പോകുന്നു. ഓ ഗോഡ്, മഴയാണല്ലോ. ഞങ്ങൾ ഇറക്കിയ വണ്ടി കണ്ടോ? വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമായി, സത്യം. വെരി ഗുഡ് വണ്ടി. കമ്പനിയിലെല്ലാവരും കാത്തിരിക്കട്ടോ. ഒരാളോട് നോക്കിയിരിക്കുക. ഇവന്മാരിത് എവിടെ? ഞാൻ അവിടെ ഡീസൽ അടിക്കാൻ നിർത്തിയപ്പോൾ ഭക്ഷണം കഴിക്കാൻ കയറി. അത് നല്ല വിശപ്പുണ്ട്. ഇനി വൈകിട്ട് 3:30 ആവും വീടെത്തുമ്പോൾ. ശരി, കമ്പനിയിലെത്തുമ്പോൾ. അപ്പോൾ പിന്നെ അത്ര നേരം പിടിച്ചൊന്നുമല്ലേ തലവരെടുക്കല്. അതിന് കഴിച്ചിട്ട് വേണം നല്ലത്. സത്യം പറയാനില്ല, ആ ബർഗറിന് ഒരു ടേസ്റ്റ് ഉണ്ടായില്ല. 10 രൂപ മേടിച്ച് കള്ളന്മാർ. നല്ല മഴയാ, വിസിബിലിറ്റി മോശം. മഞ്ഞില്ലല്ലോ, ഭാഗ്യം. വണ്ടി നിർത്തി ഡ്രൈവർമാർ സ്വിച്ച് ചെയ്യുന്നു. ട്രക്ക് സ്റ്റോപ്പ് നല്ല വലിയ ട്രക്ക് സ്റ്റോപ്പാണ്. ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അല്ല, ഇഷ്ടംപോലെ ട്രക്ക്. അടുത്ത ഓൺ റൂട്ടിൻ്റെ ദൂരങ്ങൾ നോക്കി, എമ്മാതിരി ദൂരങ്ങളാന്ന് നോക്കി. ഇതാണ് അമേരിക്കൻ കാനഡ തമ്മിലുള്ള ഡിഫറൻസ്. റെസ്റ്റ് ഏരിയ ഭയങ്കര ദൂരങ്ങളാണ്. നല്ല ട്രാഫിക്കാണ് ടൊറൻറ്റോയിലോട്ട്, ഒരു രക്ഷയില്ല. ഇനി 3/4 മണിക്കൂർ നമ്മൾ എത്തുമായിരിക്കും. നമ്മുടെ വിതുരമ്പായി ഡ്രൈവ് ചെയ്യാൻ പോകുന്നു. ഞാൻ പുറകെ പോയി വഴി കാണിക്കാം. ഓനെ നമ്മുടെ ബസ് ഇവിടെ തിരിച്ചെത്തി. ഓനെ അമേരിക്ക ഹ്യൂസ്റ്റണിൽ നിന്ന് നമ്മുടെ വണ്ടി ഇതേ നമ്മുടെ യാർഡ് കാനഡയിൽ ടൊറൻറ്റോയിൽ നമ്മളെത്തി. ഇതിലും മച്ചൻ പൊളിച്ച്. ഓനെ നീല കളർ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? പോരട്ടെ. നമ്മളങ്ങനെ കറക്റ്റ് 4:15 ആയപ്പോഴേക്കിനെ നമ്മുടെ കമ്പനിയുടെ ഫ്രണ്ടിലോട്ട് എത്തി.
സേഫായിട്ട് എത്തി. പോളി എന്താ പോകുന്നത് മോനെ. എത്തി സ്റ്റിക്കറൊക്കെ അടിച്ചിറങ്ങി സെറ്റായിരിക്കും അല്ലേ? എത്തി. നല്ല ഹോണാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. Good. I feel good. I feel famous. എൻ്റെ പൊന്നെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താ കളിയ. ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇതാരും ചേട്ടൻ, നമ്മുടെ കമ്പനിയുടെ മാനേജർ, ഓൾ ഇൻ ഓൾ. നവീൻ ഭായ്, you happy with the new bus? Yes. You have one more baby to take care. Yes. ഈ സീറ്റ് ഒന്ന് മാറ്റി റിക്കാറോന്റെ സീറ്റ് വന്നിരുന്നെങ്കിൽ ഞങ്ങൾക്കൊന്ന് എന്റർടൈൻ ചെയ്യാൻ പറ്റും. If they can replace the seat with a Recaro, the brand new one. Oh yeah, that would be nice. A lot of functions though. It's a new seat. New seat. Want to sit here? Yeah, I want to sit there. You want to sit there? And record. You're on camera and everything. Yeah. You Naveen by driving. Did you guys drive the new bus here? Did you guys drive the new bus? നമ്മുടെ കമ്പനിയിലോട്ട് വന്ന പുതിയ അതിഥി എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേ. അടുത്ത വീഡിയോ ഇവനല്ലെങ്കിൽ വേറെ ഒന്നായിരിക്കട്ടോ. ഇത് ഒരു പ്രിവോ, അവിടെ കിടക്കുന്നത് MCI, രണ്ടും ബ്രാൻഡ് ന്യൂ ആണ്. ഇതിലേത് പറഞ്ഞായിരിക്കും അടുത്ത വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുവാണ്. താങ്ക് യു സോ മച്ച്. എല്ലാവരും സൂക്ഷിച്ചൊക്കെ വണ്ടി ഓടിക്കുക, പ്രാർത്ഥിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ ബൈ. കാനഡയിൽ നിന്നും റെയിനിൽ കൊറിയ സൈനിങ് ഓഫ്.